അങ്ങേറ്റം സെന്റ് ജോസഫ്സ് കോളേജിന്റെ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ എമ്പുരാൻ ശ്രീകണ്ഠൻ നായർ എന്ന ബ്രാൻഡ് SKNനെ അഭിമാനത്തോടെ, സ്നേഹത്തോടെ, അതിലേറെ ആദരവോടുകൂടി സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണോമസിന്റെ ഹൃദയഭൂമിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിടമ്പേറ്റ് നിൽക്കുന്ന ഈ ഗജരാജ പ്രമുഖനെ സ്വീകരിച്ചത് ഞങ്ങളുടെ കലാലയത്തിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അടങ്ങുന്ന ചെണ്ടമേള സംഘമാണ്. അപ്പൊ ഞങ്ങളുടെ കുട്ടികളുടെ ഒരു ഡാൻസോട് കൂടിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത്. അപ്പൊ നമുക്കൊന്ന് ശക്തമായിട്ട് കൈയടിച്ച് നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ആകാശവാണിയിലൂടെ ആരംഭിച്ച് ഏഷ്യാനെറ്റിലൂടെ കടന്ന് ഇപ്പൊ 24ന്റെയും ഫ്ലവേഴ്സിന്റെയും ജനകീയ അമരക്കാരനായി മാധ്യമ പ്രവർത്തന രംഗത്ത് 40 വർഷം പൂർത്തിയാക്കുന്ന SKN എന്ന ബ്രാൻഡ് കേരളത്തിലുടനീളം നടത്തുന്ന ഒരു ജനകീയ ക്യാമ്പയിനാണിത്. കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ത്രസിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെയുള്ള ഈ ജനകീയ പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കലാലയത്തിൽ SKN എത്തിയിരിക്കുന്നത്. ഉടനെ തന്നെ എല്ലാ കുട്ടികളും നമ്മുടെ എഡ്യൂക്കേഷൻ തിയേറ്ററിലേക്ക് പോവുക. അവിടെ വെച്ചാണ് നമ്മുടെ ഔദ്യോഗികമായ മീറ്റിംഗും ഇന്ററാക്ഷനും നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉണ്ട്. അതിൽ ഒപ്പിട്ടതിന് ശേഷം ആൾക്കാർ എഡ്യൂക്കേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. താങ്ക് യു. ഏവർക്കും നമസ്കാരം. MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ദസ്തക് 2025 A ഗ്രേഡ് കിട്ടിയ നാടൻ പാട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇടുക്കിയുടെ തനത് കലാരൂപമായ മന്നാൻ കൂത്താണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു മന്നാൻ കൂത്ത്. தேவர்களெல்லாம் அடி ராம ராமோ அடியவனே காக்க வேணுமா. நல்ல எண்ணூறு தான் தேவர்களெல்லாம் அடி ராம ராமோ அடியவனே காக்க வேணுமா. நல்ல வனத்தில் இருக்கும் வன தெய்வமெல்லாம் அடி ராம ராமோ அடியவனே காக்க வேணுமா. புலத்தில் இருக்கும் புல தெய்வமெல்லாம் அடி ராம ராமோ அடியவனே காக்க வேணுமா. நல்ல புலத்தில் இருக்கும் புல தெய்வமெல்லாம் அடி ராம ராமோ அடியவனே காக்க வேணுமா. நல்ல விதி விதி விதியே தாங்கி கொண்ட ரங்கநாயகியே அடி ராம ராமோ அடியவனே காக்க வேணுமா. குட்டி எங்களது முத்து என்னென்ன வேணுமாடி, என்னென்ன வேணுமாடி. மிஞ்சிகள் படுதுதரா மூக்கில போட்டுக்கிறா, மூக்கு மிஞ்சிகள் படுதுதரா மூக்கில போட்டுக்கிறா. என் குட்டி எங்களது முத்து என்னென்ன வேணுமாடி, என்னென்ன வேணுமாடி. குட்டி எங்களது முத்து என்னென்ன வேணுமாடி, என்னென்ன வேணுமாடி. காப்புகள் பழுதுதரா கையில போட்டுக்கிற, கையில கைக்கு காப்புகள் பழுதுதரா கையில போட்டுக்கிற. என் குட்டி எங்களது முத்து என்னென்ன வேணுமாடி, என்னென்ன வேணுமாடி. காலுக்கு கொலுசுகள்
वासुदेव राम कृष्ण राम मंगलो. Good afternoon, everyone. It is indeed a moment of pride and joy as we come together to celebrate SKN at 40, a milestone that reflects 4 decades of dedication, passion, and excellence. On behalf of St. Joseph College, Mulamattam, I extend a warm welcome to all our esteemed guests, faculty members, students, and well-wishers. Today we celebrate not just an event but a legacy that continues to inspire generations. We are truly honored to have some distinguished guests with us today. It is with great pleasure that we extend a warm welcome to R. Srikandan Nair, Chief Editor, 24, Unmesh Shivaraman, S. Vijaykumar, Tanesh Thambi, Regional Chief, Kochi. As we begin this auspicious occasion, let us seek the blessings of the Almighty. I invite the STC students to lead us in prayer. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗ തന്ത്രിമീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴും ആദിനാമം ഇന്നു വാഴ്ത്തിടാം. To officially commence this celebration, I now invite Reverend Dr. Jomon K. Sebastian CMI, our esteemed Student Union Advisor, to deliver the welcome speech. ശാന്തസുന്ദരവും പ്രകൃതിരമണീയവുമായ ഇടുക്കിയുടെ മണ്ണിലേക്ക് പോരാട്ട വീര്യങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്ന മാധ്യമരംഗത്തെ കുലപതിയായ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ ശ്രീകണ്ഠൻ നായർ സാർ, നമ്മുടെ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നും എപ്പോഴും നമ്മോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട തോമസ് ബംഗാലുവക്കൽ ചാ, അതുപോലെ 24 ന്യൂസിലെ അവതാരകരായിരിക്കുന്ന വിജയകുമാർ സാർ, ഉന്മേഷ് സാർ, 24 ന്യൂസിൻ്റെയും ഫ്ലവേഴ്സ് ടിവിയുടെയും പ്രിയപ്പെട്ട പ്രവർത്തകരെ, അതുപോലെ ശ്രീകണ്ഠൻ സാറിൻ്റെ പ്രിയ പത്നി ഉഷ മാഡം, പ്രിയ അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ സെന്റ് ജോസഫ് കോളേജിന് കൈവന്ന ഒരു അസുലഭ ഭാഗ്യമാണ് 24 ന്യൂസിനോടൊപ്പം ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ സാധിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഈ സമൂഹം, ഇന്നത്തെ സമൂഹം നേരിടുന്ന ഈ കാലത്തിന്റെ ഒരു വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ 24 ന്യൂസുമായിട്ട് നമ്മൾ ഒന്നു ചേരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന കാലം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം ഈ കവിതാശകലം കേട്ടിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ പ്രകൃതിയെ സംബന്ധിച്ച്, പ്രകൃതി വിഭവങ്ങളെ സംബന്ധിച്ച്, പ്രകൃതി സംരക്ഷണത്തെ കുറിച്ചാണ് കേട്ടിരുന്നത്. പക്ഷേ ഇത് ഇന്നത്തെ യുവതലമുറയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ ചോദ്യം നമ്മുടെ ഓരോരുത്തരോടും കൂടിയുള്ള ചോദ്യമാണ്. അത് പ്രകൃതി സംരക്ഷണത്തിന് മാത്രമല്ല, നമ്മുടെ മനുഷ്യ വിഭവസമ്പത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി കേരളം നമ്പർ 1 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമുക്ക് അടുത്ത തലമുറ കേരളം നമ്പർ 1 ആയിട്ട് ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിലനിൽക്കാൻ സാധിക്കുമോ എന്നതിന്റെ ഒരു ചോദ്യചിഹ്നം കൂടിയാണ് ഈ കവിതാശകലം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ലഹരിയുടെ ഉപയോഗം, അമിതമായ ഉപയോഗം ഇന്നത്തെ നമ്മുടെ യുവജനതയെ കാർന്നു തിന്നിരിക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ നമുക്കറിയാം ഈ ലഹരിയുടെ ഉപയോഗം എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തെയൊക്കെ നശിപ്പിക്കുന്നത് എന്ന് ന്യൂറോ സയൻസിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. കാരണം ഈ ടീനേജ് കാലഘട്ടത്തിലാണ് നമ്മുടെ ബ്രെയിനിന്റെ തലച്ചോറിന്റെ ഏറ്റവും വളർച്ച നടക്കുന്ന കാലഘട്ടം.
ആ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും നമ്മൾ കൃഷിക്കാർ ഇടയിൽ പറയും കാപ്പിയൊക്കെ കവാത്ത് നടത്തുന്ന ഒരു കാര്യം. ഇതുപോലെ നമ്മുടെ ബ്രെയിനിലെ സിനാപ്സിസ് എന്ന് പറയുന്ന നാഡി വ്യവസ്ഥകൾ കണക്ട് ചെയ്യുന്ന അവ തമ്മിലുള്ള ആ ബന്ധങ്ങളെ പ്രൂൺ ചെയ്തുകൊണ്ട് അതിനെ കൂടുതൽ വെട്ടിയൊരുക്കി നമ്മുടെ ചിന്തകൾ കൂടുതൽ ഷാർപ്പ് ആക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നമ്മൾ ടീനേജ് കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കാണ് ഈ ലഹരിയുടെ വിപത്ത് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ചൂഴ്ന്നുകൊണ്ട് ആ ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എതിരെയുള്ള പോരാട്ടം 24 ന്യൂസ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നു എന്നതിൽ നമുക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാർത്ഥി യൂണിയൻ ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി ഈ ദൗത്യം ഏറ്റെടുക്കുകയും ഈ പ്രവർത്തനത്തിൽ 24 ന്യൂസിനോടൊപ്പം പങ്കുചേരണമെന്ന് ഉറച്ചു പറയുകയും ചെയ്യുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ ആയിരിക്കുക. ഈ അവസരത്തിൽ ഇത്തരം വലിയൊരു ദൗത്യം ഒരുപക്ഷെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിലൊന്നാണ് ഈ കാലഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം സാറിന്റെ ഈ ലഹരി വിരുദ്ധ യാത്രയിൽ ഒരു വ്യക്തിയുമായിട്ട് സാർ സംസാരിക്കുന്നത് 24 ന്യൂസിൽ കാണാൻ സാധിച്ചു. അത് പ്രകാരമാണ് അദ്ദേഹം പറയുകയാണ്, സാറ് ഒത്തിരിയേറെ പ്രൊട്ടക്ഷനൊക്കെ നേടിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ എടുത്തുകൊണ്ട് പോകണം ഒത്തിരിയേറെ, കാരണം ഒത്തിരിയേറെ ശത്രുക്കൾ സാറിന് കൂടിക്കൊണ്ടിരിക്കുന്നു, ഇനിയും കൂടും എന്ന്. അപ്പൊ സാറ് പറയുകയാണ്, എനിക്ക് എൻ്റെ നാടിന്റെ നന്മയേക്കാൾ വലുതല്ല എൻ്റെ ജീവൻ എന്ന് പറഞ്ഞുകൊണ്ട് സാർ അതിനെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുക. അപ്പൊ അത്രമാത്രം നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി 24 ന്യൂസ് വലിയൊരു ദൗത്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ദൗത്യത്തിന്റെ മുന്നണി പോരാളിയായിട്ടാണ് സാറ് ഈ ഒരു മാസക്കാലം ഈ കേരളം ഇങ്ങോളം മുന്നേറി നടക്കുക. നമുക്കറിയാം, ഒരു മാസക്കാലത്ത് അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ, ചാനലിന്റെ പ്രവർത്തനങ്ങളിൽ ഒത്തിരിയേറെ ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന ബാർക്ക് അതനുസരിച്ച് TRP ഒക്കെ വർദ്ധിപ്പിക്കുവാനും ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ഓഫീസിൽ നിന്ന് ചെയ്യാം. പക്ഷേ അതിനൊന്നും അതിനുവേണ്ടി സമയം ചെലവഴിക്കാതെ നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി തൻ്റെ ഈ ഒരു മാസം പൂർണ്ണമായിട്ട് വിനിയോഗിക്കുവാൻ സാറ് ഇവിടെ വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ആയിരിക്കുക. ഇന്ന് എനിക്ക് അറിയാം, ഇതിനു മുമ്പുണ്ടായിരുന്ന കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞ് അവർ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് സാറൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. അത്രമാത്രം ഡെഡിക്കേഷനോട് കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് വന്നിരിക്കുക. അങ്ങനെ നമ്മുടെ നാടിനെ, നമ്മുടെ യുവജനതയെ പുതിയൊരു ലക്ഷ്യബോധത്തിലേക്ക് മുന്നേറുവാനായിട്ട്, കൊണ്ടുപോകുവാനായിട്ട് ഈ യാത്രയുമായിട്ട് അതിന് ഉള്ള എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അതിനെ മുന്നിട്ട് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറ്, SKN എന്ന് പറയുന്ന ശ്രീകണ്ഠൻ സാറിനെ ജോസ് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ എമ്പുരാനെ സെന്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടു വർഷക്കാലം മാത്രം ഈ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരിക്കുകയും അതിൽ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മുടെ കോളേജിന് സാധിക്കാവുന്ന എല്ലാ ഏറ്റവും മേന്മകളും ഉന്നത പദവികളും നേടിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട തോമസ് ബംഗാലുവെക്കലച്ചൻ. നാക്കിന്റെ A ഗ്രേഡിലെ ഏറ്റവും ഉയർന്ന പോയിന്റായ 3.50 നേടിക്കൊണ്ട് A+ നമ്മുടെ കോളേജിന് കരഗതമാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ കേരളത്തിലെ 11 കോളേജുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ PM ഉഷ ഫണ്ടിൽ 5 കോടി വെച്ച് ലഭിച്ചത്. അതിലൊന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം, നമ്മുടെ സെന്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റമാണ്. അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓട്ടോണമസ് പദവിയിലേക്ക്, സ്വയംഭരണ പദവിയിലേക്ക് നമ്മുടെ കോളേജ് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച, ഇതിന്റെ അമരക്കാരനായിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട തോമസ് ബംഗാലുവെക്കലച്ചനെ ഈ മീറ്റിംഗിലേക്ക് യൂണിയന്റെ പേരിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ന്യൂസിന്റെ അവതാരകരായി നമുക്കെല്ലാവർക്കും ചിരപരിചിതരായ 2 വ്യക്തിത്വങ്ങളാണ് വിജയകുമാർ സാറും ഉന്മേഷ് സാറും. ന്യൂസിന്റെ അവതരണ ശൈലികൾ കൊണ്ട്, വൈവിധ്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ആകർഷത്വവും ഒത്തിരിയേറെ പുതുമകളും പ്രദാനം ചെയ്യുന്ന 2 വ്യക്തിത്വങ്ങൾ ന്യൂസ് റൂമുകളിൽ സിംഹക്കുട്ടികളായി മാറിക്കൊണ്ട് അവിടെ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി തങ്ങളുടെ
സമയം ചെലവഴിക്കുന്ന, തങ്ങളുടെ ശബ്ദം വിനിയോഗിക്കുന്ന ആ രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിജയകുമാർ സാറിനെയും ഉന്മേഷ് സാറിനെയും ഈ മീറ്റിംഗിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിന്റെ പ്രിയപത്നി ഉഷ മാഡവും ഇവിടെ നമ്മോടൊപ്പം സന്നിഹിതയായിട്ടുണ്ട്. ഞങ്ങൾ വളരെയേറെ സന്തോഷത്തോടുകൂടി മാഡത്തെയും ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 24 ന്യൂസിന്റെ കൊച്ചി റീജിയണൽ ചീഫായ തനേഷ് തമ്പി സാറിനെയും അതുപോലെ 24 ന്യൂസിലെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഈ നമ്മുടെ കോളേജിലെ ഈ ലഹരി വിരുദ്ധ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കോളേജിന്റെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ ഒരു നമ്മുടെ പോസ്റ്റർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രയത്നത്തിൽ തങ്ങളുടെ പങ്കാളിത്തം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർ നിർമ്മിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ 24 ന്യൂസിനോടൊപ്പം ഉണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും 24നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കുചേരാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അവരെയും ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓർക്കുക, നമ്മൾ പോരാടുന്ന ശത്രു നിസ്സാരനല്ല. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ലഹരിയാക്കണമോ അതോ രാസവസ്തുക്കളെ ലഹരിയാക്കണമോ, അങ്ങനെ നമ്മുടെ ജീവിതം നശിപ്പിക്കണമോ, ജീവൻ പുതുതാക്കുകയും പുതിയ തലങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ പരിശ്രമിക്കുകയും ചെയ്യണമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ജീവിതത്തെ ലഹരിയാക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും ഈ പ്രവർത്തനത്തിൽ പങ്കുചേരാം. 24 ന്യൂസിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സെന്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റത്തിന്റെയും അതിന്റെ യൂണിയന്റെയും എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്ത് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Moving forward, it's my privilege to welcome the visionary leader and guiding force of our institution, Reverend Professor Thomas George Vengalivakal CMI, Principal of St. Joseph College, Moolamata, will now deliver the presidential address. 24 ന്യൂസ് ചാനലിന്റെ ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സാറ്, 24 ന്യൂസിലെ പ്രിയപ്പെട്ട അതിഥികളായി ഞങ്ങളുടെ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ മാഡം, ഏറ്റവും സ്നേഹമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രണ്ട് തരം ലഹരി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പേപ്പറിൽ വായിക്കുന്ന അതിനടിമയായിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്കുണ്ടാകുന്ന ഒരു ലഹരിയും ശ്രീകണ്ഠൻ സാറെ പോലെയുള്ള ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ലഹരിയുണ്ടത്. അവര് നാടിന് നന്മയുണ്ടാകുവാൻ വേണ്ടി, അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി, നമ്മുടെ വളർന്നു വരുന്ന തലമുറ നശിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു ലഹരി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്, ഒരു മനസ്സിലുണ്ട്, ഒരു ആർജവത്വമുണ്ട്, ശക്തിയുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്ക് നല്ലൊരു കൈ കൊടുക്കാം. സ്നേഹമുള്ളവരെ, ഇതൊരു യുദ്ധമാണ്. അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഒരു നീണ്ട യുദ്ധത്തിലേക്കാണത്. ഈ യുദ്ധം നാടിനെ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുണ്ട്, നാടിനെ ഭരിക്കുന്ന മാഫിയക്കെതിരായിട്ടുണ്ട്, ഇതിന്റെ കണ്ണികളായി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എതിരെയാണത്. ഒരു മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ നാടിനെ നന്നാക്കുക, നാട്ടിലെ നല്ല കാര്യങ്ങളെ എടുത്തു കാണിക്കുക, മോശമായതിനെ മോശമാണെന്നും അതിനെ ഉപേക്ഷിക്കണമെന്നും നാട് നീളെ പറഞ്ഞു നടക്കുവാനായിട്ട് തന്റെ ചാനലിലൂടെയും പ്രവർത്തനത്തിലൂടെയും ചെയ്യുന്ന ഈ സംരംഭത്തെ എല്ലാവിധ തരത്തിലുമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ശക്തമായ സപ്പോർട്ടും അതുപോലെ തന്നെ അങ്ങയോടുള്ള അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ എല്ലാം പ്രതിബദ്ധതയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ സംരംഭം ഒരു വൻ വിജയമായി തീരട്ടെ. കേരളം ഒരു ലഹരി വിമുക്ത സംസ്ഥാനമായി മാറുവാനായിട്ട് ശ്രീകണ്ഠൻ നായർ സാറിന്റെ പ്രവർത്തനങ്ങൾ ഒരു കാരണമായി മാറട്ടെ. അതുവഴിയായിട്ട് 24 ന്യൂസ് ചാനൽ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഈ ഒരു സംരംഭത്തിൽ ഏർപ്പെടുവാനായിട്ട് അദ്ദേഹം ഒരു മുൻഗാമിയായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴിത്താരകളിലൂടെ എല്ലാ മാധ്യമ സംരംഭങ്ങളും
ഇതിലേ വരട്ടെ. അങ്ങനെ കേരളത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലഹരി വിമുക്ത മദ്യവിമുക്ത സംസ്ഥാനമായി മാറുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി മാറുവാൻ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഇദ്ദേഹത്തെ സഹായിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഇതിന്റെ ഗുണഭോക്താക്കളാകുക മാത്രമല്ല ഇതിന്റെ സന്ദേശവാഹകരായി മാറണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Now, I would like to invite R. Srikandan Nair to share his words. ബഹുമാന്യനായ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മൂലമറ്റം എന്ന് ഞങ്ങൾ ഈ വാർത്തയിൽ കേൾക്കുമ്പോൾ പവർ ഹൗസാണ് ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക. ഈ കോളേജും ഒരു പവർ ഹൗസാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സെന്റ് ജോസഫ്സ് കോളേജിൽ വരാൻ പറ്റിയതിൽ നിങ്ങൾ നമ്മുടെ ഈ ലഹരിമുക്ത ഈ പ്രക്ഷോഭത്തിന് ശരിക്കും ഇതൊരു യുദ്ധമാണ്. പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ നമുക്ക് നേരിടാനുള്ള ശക്തികൾ കരുത്തന്മാരാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ക്യാമ്പസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ സംശയിക്കും. ശരിക്കും ഒരു വാർത്താമുറിയിലെ AC റൂമിൽ ഇരുന്ന് വാർത്തകളൊക്കെ വായിച്ച് അതിന്റെ ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ദൗത്യമായി ഇറങ്ങാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സമീപകാലത്തായി കേരളത്തിൽ പടരുന്ന ലഹരി അതിന് എല്ലാ സീമകളും കടന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ 70 കൊലപാതകങ്ങൾ നടന്നു. ഇതിൽ 30 കൊലപാതകങ്ങളും നടത്തിയത് MDMA കഴിച്ചിട്ടുള്ള ആളുകളാണ്, MDMAയുടെ സ്വാധീനത്തിലാണ്. ഈ രാസലഹരി കേരളത്തിൽ വിറ്റഴിക്കുന്നതിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, പണം ഉണ്ടാക്കുക. അതിൽ കുറച്ചധികം മലയാളികളുണ്ട്. ഈ മലയാളികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ സാധാരണ പള്ളിക്കൂടങ്ങളിലെ കുട്ടികളെ ഉൾപ്പെടെ കോളേജിലെ കുട്ടികളെ ഉൾപ്പെടെ സ്വാധീനിക്കുന്നു. അതിനവർ അവലംബിക്കുന്ന വഴി വളരെ ലളിതമാണ്. കലാലയങ്ങളുടെ ഇടനാഴിയിലും കലാലയങ്ങളുടെ വാതിലുകളിലും കലാലയങ്ങളിലേക്ക് പോകുന്ന റോഡുകളിലും ചെറിയ ചെറിയ മിഠായികളുമായി കാത്തു നിൽക്കുക. അതിൽ ചെറുതായിട്ട് ലഹരി പടർത്തിയിട്ടുണ്ടാകും. ചെറുകുട്ടി ഇപ്പൊ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് നിനക്ക് ഞാനൊരു മിഠായി തരട്ടെ എന്ന് ചോദിച്ചാൽ ആർത്തിയോടെ അവനത് വാങ്ങിക്കഴിച്ചെന്ന് വരും. 3-4 തവണ അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നീട് അതൊരു ലഹരിയായിട്ട് മാറുകയും ഈ ലഹരിയുടെ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കും. അവസാനം അവൻ പടരുന്ന ലഹരി അവനിതില്ലാതെ കഴിയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്ന് വരും. കേരളത്തിലിപ്പോ 2021 ശേഷമാണ്, നമ്മുടെ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ലഹരി കേരളത്തിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. ആദ്യം ഒരു 10-600 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 2024 ഏതാണ്ട് 4000-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ വർഷം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ മാത്രമായിട്ട് 600 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാളും ഗൗരവമായി നമ്മൾ കാണേണ്ടത് ഇതെല്ലാം തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഒരുപാടുണ്ട്. 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയാണ് ഇത് സ്വാധീനിച്ചിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെന്ന് നിങ്ങൾ പറയുമ്പോൾ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ, അതിൽ തന്നെ നല്ലൊരു ശതമാനം പെൺകുട്ടികളും ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മളെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നു. MDMA എന്ന് പറയുന്ന ലഹരി, നമ്മൾ എക്സ്റ്റസി എന്നൊക്കെ ക്യാമ്പസുകളിൽ പേരിട്ട് പറയുന്ന ഹർഷോന്മാദത്തിന്റെ രാവുകൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ ലഹരി കഴിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ആ കാലത്തിൽ മരിച്ചു പോകാം. ഏറ്റവും വലിയ നേട്ടം അതാണ്. ഈ മണ്ണിൽ ഒരുപാട് കാലം കഴിയാതെ നമുക്ക് യാത്രയാകാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഇപ്പോൾ ചില ആൾക്കാർ, ചില വിദഗ്ധന്മാരെ പറയുന്നത് ഈ MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി പറ്റിയാൽ 7 കൊല്ലമൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് ചില ഡോക്ടേഴ്സ് പറയുന്നു. മറ്റു ചിലർ പറയുന്നു ചിലപ്പോൾ വിധി നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഒരു 12 കൊല്ലം വരെ പോകാം. നിങ്ങൾക്കറിയാം, ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം
ഒരു മനുഷ്യന് ഇപ്പോൾ 85-90 കൊല്ലം വരെയൊക്കെ ജീവിക്കാൻ പറ്റും. 100 വയസ്സ് വരെ ആയുസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സാധാരണ സംഭവമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ മണ്ണിൽ നിലനിൽക്കുമ്പോഴാണ് ഈ അണ്ടകടാകത്തിൽ ഒരു ലഹരിയുടെ ആസക്തി കൂടിയിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ അവസാനം കൽപ്പിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. ഈ സെന്റ് ജോസഫ്സ് കോളേജിൽ ഞാൻ വരുമ്പോൾ എനിക്ക് നിങ്ങളുടെയൊക്കെ ഈ ചിരിച്ച മുഖം കാണുമ്പോൾ പെട്ടെന്ന് ഈ ചിരി മായരുതേ എന്ന ആഗ്രഹമുള്ളത് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു മനോരോഗം ബാധിച്ച, നമ്മൾ ഭ്രാന്തെന്നൊക്കെ പറയുന്ന മാനസിക നിലതെറ്റിയ ഒരാളിന് എങ്ങനെയാണോ ഈ രോഗാവസ്ഥ അയാളെ ഗ്രസിക്കുന്നത്, അതുപോലെ തന്നെയാണ് MDMA കഴിച്ച ഒരാൾക്കുണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്നൊരു മനോരോഗിക്ക് അറിയില്ല. കൺമുന്നിൽ നിൽക്കുന്ന ആരാണെന്നറിയില്ല. അച്ഛനെയും അമ്മയും തിരിച്ചറിയാൻ കഴിയില്ല. ബോധതലങ്ങളിൽ നിന്നുള്ള എല്ലാ സിഗ്നലുകളും നഷ്ടപ്പെട്ട ഒരാളാണ് ഒരു മനോരോഗി. അവന്റെ തലച്ചോറിലേക്ക് മിസൈൽ പായുന്നതെല്ലാം അക്രമത്തിന്റെ പാതയിലായിരിക്കും. നമുക്ക് അറിയാം, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരുപാട് സിഗ്നലുകൾ തലച്ചോറിൽ നിന്ന് വരുന്നതാണ്. ഈ തലച്ചോറും മനസ്സും തമ്മിലുള്ള ബന്ധം അപ്പാടെ തകർത്തുകളയും ഈ MDMA എന്ന് പറയുന്ന ഈ മാരക ലഹരി. ഇതെവിടെ നിന്ന് വരുന്നു? നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, ഈ ലഹരിയുടെ ആത്യന്തികമായ ഫലം എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോവുക. പോയിട്ട് ഈ MDMA കഴിച്ച് അവിടെ ഡി അഡിക്ഷൻ സെന്ററിൽ പെട്ടുപോയ ആൾക്കാരെ കാണുക. അതിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ ഏതാണ്ട് 85 വയസ്സുള്ള ആൾക്കാരെ വരെ ഇത്തരം സെന്ററുകൾ കാണാം. ഞാൻ കണ്ടിട്ടുള്ള ഈ ഇത്തരം MDMA കഴിച്ചിട്ടുള്ള ആളുകൾ മുഴുവനും അവരുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച് ഒട്ടം തെറ്റി, ഉടലൊക്കെ വേറൊരു രീതിയിലൊരു ഷേപ്പിലായി, കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി, ഏതാണ്ട് മരണമാസന്നമായി എന്ന് നമ്മൾ തോന്നലുളവാക്കുന്നവനാരോ അവനാണ് ഒരു MDMA രോഗി. നിങ്ങൾ പെൺകുട്ടികളോട് പലവിധമായ പ്രലോഭനങ്ങളിൽ ഈ സോഷ്യൽ മീഡിയ വഴി ആളുകൾ സമീപിച്ചെന്ന് വരും. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവനാണെന്നും PhD കരസ്ഥമാക്കിയവനാണെന്നും കാണും. നമ്മുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺ ഉണ്ട്. ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ശരിക്കും ഒരു കമ്പ്യൂട്ടറാണ്. ഇതിന്റെ സാധ്യതകൾ അപാരമാണ്. എന്നാൽ പഴയ നമ്മുടെ നോക്കിയ ഫോൺ പോലെ 5% മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നിയന്ത്രിക്കുന്ന ഒരുപാട് വെബ്സൈറ്റുകളും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉണ്ട്. ഇൻസ്റ്റയിലൊക്കെ പോകുമ്പോഴും റീലുകളും കാണുമ്പോഴും ഒക്കെ നമ്മൾ ആവശ്യം കൊള്ളാറില്ലേ? അപ്പോൾ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നമ്മുടെ MG യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഇപ്പോൾ പ്രസിദ്ധമാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് ബിരുദമൊന്നും വേണ്ട അവിടെ അഡ്മിഷൻ എടുക്കാൻ. നമുക്ക് ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരുവൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് നമുക്കൊരു സന്ദേശം അയക്കുമ്പോൾ അവനൊരു മറുപടി കൊടുക്കാൻ നമുക്ക് വല്ലാത്തൊരു ത്വരയാണ്. ഈ ത്വര ബുദ്ബുദം പോലെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി നടക്കും. ഏകാന്തമായ രാവുകളിൽ നമ്മുടെ മുറിക്കുള്ളിൽ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരനെ നമുക്ക് ഓർമ്മ വരും. ഈ മണ്ടകടാകത്തിൽ എവിടെയോ ഇരുന്ന് അവൻ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. അവൻ നമ്മളോട് ഒരുപാട് കള്ളനാടകങ്ങൾ അരങ്ങേറി കാണിച്ചു തരും. അവൻ പറയും, ഞാൻ ബുദ്ധിവൈഭവം കൊണ്ട് വേറെ ലോകത്തെത്തിയ ഒരു PhD ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിയാണെന്ന് പറയും. നമ്മുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നേരിട്ട് ഒരാൾ പറയുക ഞാൻ മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞാലേ പിന്നെ ഇയാള് മഹാത്മാഗാന്ധി എന്ന് നമ്മൾ തിരിച്ചു പറയും. എന്നാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സന്ദേശം വന്നിട്ട് ഐ എം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പോർബന്ദർ എന്ന് പറഞ്ഞു, ഓ യു ആർ ഗാന്ധി, യാ ടെൽ മീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സജീവമാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ അമ്മയും അച്ഛനുമാണ്. ഒരു കുട്ടി ഉണ്ടായി കഴിയുമുണ്ടാകുന്ന ഒരു മാതാവിന്റെ സന്തോഷം അത് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾ അറിയാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും പരിചയമില്ലാത്ത ആളുകൾ, നിങ്ങളെ ശബ്ദം കൊണ്ട് മാത്രം സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയക്കുന്ന സന്ദേശങ്ങളുടെ വലിപ്പവും സന്ദേശങ്ങളുടെ ലാവണ്യവും കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ചതിക്കുഴികളുമായി നിങ്ങളെ നേരിടാൻ വരുന്നവരാണ്. മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അവർക്ക് വഴിപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന സന്ദേശങ്ങളും നിങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ പറ്റിയാൽ ആ ചിത്രങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയെന്ന് വരും. ഈ MDMA സ്വാധീനം ചെലുത്തുന്ന ആളുകളൊക്കെ തന്നെ, ഒരിക്കലൊരു കുട്ടി 24ന്റെ ഓഫീസിലേക്ക് കയറി വന്നൊരു പെൺകുട്ടി,
+2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ ഉമ്മയും ബാപ്പയും ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടി പറഞ്ഞത്, ഇതേപോലെ കൂളെന്നൊക്കെ പറയുന്ന ഒരു മിഠായി കഴിച്ചിടത്തും തുടങ്ങിയതാണ് ആ കുട്ടിയുടെ നാശം. ഒരുവൻ ഇങ്ങനെ പരിചയപ്പെടാൻ വന്നു. ചെറിയൊരു റോമിയോയുടെ കുപ്പായം അവൻ പെട്ടെന്നെടുത്ത് അണിഞ്ഞു. ഈ കുട്ടിക്ക് 15 വയസ്സുള്ളപ്പം അവനോടൊരു സൗഹൃദം സ്ഥാപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെയുള്ള കാപാലികന്മാരെ പരിചയപ്പെടുത്തി. ആ കുട്ടി ക്രമേണ ഓരോ ലഹരി പദാർത്ഥം പരീക്ഷിച്ച് അവസാനം കഞ്ചാവിലൊക്കെ തുടങ്ങി അവസാനം MDMAയിലെത്തി. ആ കുട്ടി ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ആ കുട്ടി പറയുന്നു. എന്നാൽ ആ കുട്ടിയുടെ പിതാക്കൾ അത് പറയുന്നില്ല. അവസാനം ഈ കുട്ടിയോട് പറയുന്നു, ഇവൾ അവസാനം സഹിയിട്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാനിതൊക്കെ പോലീസിനോട് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാപാലികന്മാരുടെ തനിനിറം പുറത്തു വന്നത്. അവർ പറഞ്ഞു, നിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. നീ പോലീസിനോടൊരു വാക്ക് മിണ്ടിപ്പോയാൽ അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്റെ ദൃശ്യങ്ങൾ കിടന്ന് പറക്കും. അതോടെ നിന്റെ കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്യും. ആ കുട്ടി അത് ഭയക്കുന്നു. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ രക്ഷകർത്താക്കളും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത്. എവിടോ തുടങ്ങിയ ഒരു ബന്ധം ഒരിക്കലും നമുക്ക് നമ്മുടെ ജീവിത യാത്രയിലോ ജീവിത വഴികളിലോ കണ്ടിട്ടില്ലാത്ത ആളുകളുമായി നമ്മൾ ചങ്ങാത്തം സ്ഥാപിച്ചതിന്റെ ആത്യന്തിക ഫലമാണ്. അവസാനം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, കുട്ടി ധൈര്യമായി പോലീസിൽ പോയി പറയൂ, കുട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, പോലീസിൽ പറഞ്ഞിട്ട് ഞാൻ അങ്ങേ വിളിക്കാം, അന്നൊരു വാർത്ത കൊടുക്കണേ, നമ്മൾ തീർച്ചയായും കൊടുക്കാം എന്ന് പറഞ്ഞു. പിന്നീട് ആ കുട്ടിയെ കണ്ടിട്ടില്ല. ആ കുട്ടി പറഞ്ഞ വിലാസവും ആ കുട്ടി നൽകിയ ഫോൺ നമ്പറും തെറ്റാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഞാൻ വിളിച്ചു നോക്കിയിട്ട് അങ്ങനെ ഫോൺ നമ്പർ ഇല്ല. എനിക്കറിയാം ആ കുട്ടി അതിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പേടിക്കുന്നു. ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ്. എന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഇങ്ങനൊരു യാത്രയ്ക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങൾക്കറിയാം. ഒരാളൊരു ഏതെങ്കിലും ഒരു കരിയറിൽ ഏർപ്പെട്ടാൽ അയാൾ 40 കൊല്ലം തികയ്ക്കുന്നതൊന്നും അത്ര വലിയ സംഭവമല്ല. എന്നാൽ അസാധാരണമായൊരു സംഭവം നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്, നമ്മുടെ നാട്ടിലെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ തന്നെ ഇത്തരം മാഫിയ സംഘങ്ങൾ വേരിറക്കി കഴിഞ്ഞു. നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയത്തെ നമ്മൾ വളരെ വളരെ പരിമിതമായി കണ്ടു. ഒരു 10% മുതൽ 30% വരെ സ്വാധീനം മാത്രമേ കേരളത്തിൽ ഇത്തരം ലഹരി ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് വിശ്വസിച്ച വിഡ്ഢിയാണ് ഞാൻ. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, 300% കൂടുതൽ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, MDMA അതിന്റെ ഉറവിടങ്ങളിൽ പോയി തച്ചു തകർക്കാൻ പറ്റുന്ന പോലീസ് സേന നമുക്കുണ്ട്. കേരളത്തിന്റെ പുറത്ത് ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിലേക്ക് അവർ യാത്ര തുടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഇതിൽ അഡിക്റ്റായി പോകുന്ന കുട്ടികളെ തിരിച്ച് ജീവിതത്തിലേക്ക് മടക്കി വിളിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഒരിക്കൽ ഈ ചതിക്കുഴിയിൽ പെട്ടുപോയാൽ, ഒരിക്കൽ ഈ ലഹരി ആസ്വദിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അടൂരിലെ സെന്റ് മേരീസ് സ്കൂളിന്റെ ഇടവഴിയിലും നമ്മുടെ ശാസ്താംകോട്ട DV കോളേജിന്റെ ഗേറ്റിന് മുന്നിലെ മുളങ്കാട്ടിലും പുല്ലൂരിലെ ഒരു കലാലയത്തിന്റെ വരാന്തയിലും ഒക്കെ ഞങ്ങൾ കണ്ടത് ഒരേ മുഖമാണ്, MDMAയുടെ ഭീകരമായ മുഖം. ഈ വൈതാളികരെല്ലാം ചേർന്ന് ഈ കുട്ടികൾക്ക് ഏറ്റവും ജീവിതത്തിന്റെ ഏണിപ്പടികൾ കടന്നുപോകേണ്ട കുട്ടികൾക്ക് സമ്മാനിച്ചത് ഉന്മാദം എന്ന് പറഞ്ഞിട്ട് ഈ മാരകമായ ലഹരിയാണ്. മനുഷ്യ ശരീരത്തെ കാർന്നു തിന്നുകയും മരണം വേഗം നമ്മളിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന എന്തിനാണ് ഒരു ലഹരിയിലേക്ക് നമ്മൾ മൂക്കുകുത്തി വീഴുന്നത്? നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരും അതുപോലെ പിതാക്കളും, നമ്മുടെ നാട്ടിൽ ഈ ടെക്നോളജി വന്നപ്പോൾ അമേരിക്കയിൽ ഒരു ഗവേഷണം നടന്നിരുന്നു. 300 പേർക്കിടയിൽ നടത്തിയ ഒരു ഗവേഷണമാണ്. അത് ചെറുപ്പക്കാരാണ്, 18-നും 30-നും മധ്യ പ്രായമുള്ള യുവതയിൽ നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു. അവരെ ഒരു 3 മാസം നിരീക്ഷിച്ചപ്പോൾ അവർ 16 മണിക്കൂറും ടെക്നോളജിയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. ഫോണിലാണ് അവർ സംസാരിക്കുന്നത്, അല്ലെ കമ്പ്യൂട്ടറുമായിട്ടേ അവർക്ക് ബന്ധമുള്ളൂ. ഈ 16-18 മണിക്കൂറിനുള്ളിൽ ഒരിക്കൽ പോലും അവരുടെ സുഹൃത്തിനോട് സംസാരിക്കുകയോ അവരെ ബന്ധുക്കളെ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല. അപ്പം നമ്മളൊരു വല്ലാത്തൊരു ഐലൻഡായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, വീട്ടിലുള്ളവരിൽ തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ വിളിക്കുന്നത് വാട്സപ്പിലാണെന്ന് എനിക്കറിയാം. കഞ്ഞി റെഡിയായിട്ടുണ്ട്, മകള് വരൂ എന്ന് വാട്സപ്പിൽ അടുത്ത മുറിയിലേക്ക് മെസ്സേജ് അയക്കുന്ന എത്രയോ വീടുകളുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ മെസ്സേജ് പോകാറുണ്ട്. നമ്മൾ ഒരു കാലത്ത് നമ്മുടെ തീന്മേശകളിൽ കോളേജിൽ പോയ കാര്യങ്ങളും സെന്റ് ജോസഫ്സ് കോളേജിൽ പോയപ്പോൾ കുട്ടികൾ കമന്റ് അടിച്ചതും ഉടനെ തിരിച്ച് അവനെ ആട്ടിപ്പായിച്ചതും ഒക്കെ നമ്മൾ വീട്ടിൽ പോയി സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് വീട്ടിൽ കമ്മ്യൂണിക്കേഷൻ കുറയുകയും ടെക്നോളജിയോട് കമ്മ്യൂണിക്കേഷൻ കൂട്ടുകയും ചെയ്തു. യന്ത്രങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. മലയാളിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു, നല്ല ലാവണ്യമുള്ളൊരു ജീവിതം. അയൽവാസിയെ നമ്മൾ തിരിച്ചറിയുന്നു. വീട്ടിലുള്ളവരുടെ മുഖമൊന്ന് വാടിയാൽ നമ്മൾ വല്ലാതെ വിഷമിച്ചു പോകുന്ന നിമിഷങ്ങൾ.
അങ്ങനെയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ എവിടെയോ കണ്ടുമുട്ടി അപരിചിതരെ പോലെ ഒരു വീട്ടിൽ ഒരു ഐലൻഡിൽ താമസിക്കുന്നു. കോവിഡ് നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സംഭാവനയാണിതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്കറിയാം, ടെക്നോളജി വല്ലാതെ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. എഐയുടെ സാധ്യതകൾ അപാരമാണ്. നമ്മളിപ്പോ നമ്മുടെ ഫോൺ ഓൺ ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചാൽ ഗൂഗിള് പോലെ ഏതോ ഒരു കമ്പനി എവിടെയോ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവരെ അവണാകുഴിയിലേക്ക് നമ്മുടെ സംസാരം വീഴുന്നു. നമ്മൾ പറയുന്നു, എനിക്ക് ഈ ടൈപ്പ് ഷർട്ട് ഇടാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളോട് ചർച്ച ചെയ്തിട്ട് ചർച്ച അവസാനിപ്പിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു കടയുടെ മുന്നിലൂടെ പോകുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും, നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ബ്രാൻഡ് ഷർട്ട് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ കയറി വാങ്ങിച്ചോളൂ. അപ്പോൾ നിങ്ങൾ കരുതും, ചേട്ടാ ഇങ്ങനെ ഒരു ഷർട്ടിന്റെ കാര്യം നമ്മളാരോടും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഫോണിൽ നിന്ന് സംസാരിച്ചില്ലേ? ടെക്നോളജി ആ രീതിയിൽ വളർന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, സാറ്റലൈറ്റ് ഫൈബർ വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ ലോകത്തിലേക്ക്, ഇന്ത്യയിലും വരാൻ പോകുന്നു. ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഒരു സിനിമ ഡൗൺലോഡ് ആകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഒരു IT വിദഗ്ധനും വ്യവസായിയുമായ എക്സിന്റെ ഒക്കെ ഉടമസ്ഥനായ എലോൺ മസ്ക് അങ്ങനെ ഒരു ഫൈബർ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എത്ര കൂടുതൽ മാലിന്യം നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും നമ്മുടെ ഫോണിലേക്കും വരാൻ പോവുകയാണ് എന്ന് നിങ്ങൾ അറിയണം. അതേസമയം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾക്കൊരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമുണ്ട്. എന്ത് കാണണം, എന്ത് കാണാതിരിക്കണം. ആ തെരഞ്ഞെടുപ്പ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് MDMA നമ്മളെ ചൂഴ്ന്നിറങ്ങുന്നതും നമ്മുടെ ജീവിതം എന്നേക്കുമായി കൈവിട്ടു പോകുന്നതും. ഒരിക്കൽ നമ്മുടെ വിദ്യാഭ്യാസം മാത്രമല്ല, ഈ സെന്റ് ജോസഫ് പോലെയുള്ള കോളേജുകളിലേക്കൊക്കെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും രീതിയിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു പിഴവ് പറ്റി ഏതെങ്കിലും ഒരു മാരകമായ രാസലഹരിയുടെ കാരിയറാവുകയാണെങ്കിൽ കേരളത്തിലെ എക്സൈസ് വകുപ്പിനും പോലീസിനും നമ്മുടെ ഈ പ്രിൻസിപ്പലിന്റെ ഒരനുവാദവുമില്ലാതെ ഇവിടേക്ക് കടന്നു വന്ന് റെയ്ഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട്. നമ്മളുമായിട്ടൊക്കെ സംസാരിച്ച മുഖ്യമന്ത്രിയും അത് പറയുണ്ടായി, നിശ്ചിതമായ നിലപാടുകൾ. കാര്യം ഇത് കോവിഡ് പോലെ ഒരു അസാധാരണ സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തെ നേരിടാൻ അസാധാരണമായ തീരുമാനങ്ങൾ വേണം. അത്തരമുള്ള തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വ്യാപകമായ റെയ്ഡ് തുടങ്ങി. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയതിനു ശേഷം ഞങ്ങളുടെ മീഡിയ നെറ്റ്വർക്ക് വഴി ഞങ്ങൾ ഏൽപ്പിക്കുന്ന സമ്മർദ്ദം കുറച്ച് കൂടുതലാണ്. കാരണം ഇത് മാരകമായ ഒരു അപകടത്തിലൂടെ നമ്മുടെ കലാലയങ്ങളും നമ്മുടെ പൊതുസമൂഹവും സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നിശ്ചിതമായ നിലപാടുകൾ ഞങ്ങളും എടുത്തിട്ടുണ്ട്. 30 ദിവസം കൊണ്ട് ഈ യാത്ര കാസർഗോഡ് അവസാനിക്കും. 30 ദിവസം കൊണ്ട് കാസർഗോഡ് യാത്ര അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ തീരുമാനം, കേരളത്തിൽ ഈ മാരകമായ രാസലഹരി വിൽപ്പന നടത്തുന്ന അവസാനത്തെ ആളും ഈ മണ്ണ് വിട്ടുപോകണം. കേരളത്തിൽ ഇവർ ബാക്കി കാണരുത്. കാരണം ഇത് വിദേശ നെറ്റ്വർക്കുകളുടെ സ്വാധീനം കൊണ്ടാണ് കേരളത്തിലേക്ക് രാസലഹരി വരുന്നത് എങ്കിൽ പോലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാളികൾ ആർത്തി മൂത്ത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം കേരളത്തിലേക്ക് ലഹരി കടത്തിക്കൊണ്ടുവരികയാണ്. അതിന് അവർ കുട്ടികളെയും അതുപോലെ ചെറുപ്പക്കാരെയും പ്രായപൂർത്തിയാകാത്തവരെയും ഒക്കെയാണ് സ്വാധീനിക്കുന്നത്. അത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. നിങ്ങൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഈ ഒരു സൗരഭം പോലെ അല്ലെങ്കിൽ ലാവണ്യം നിറഞ്ഞ ജീവിതത്തിന്റെ ഏണിപ്പടികൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ ഏണിപ്പടികളിലൂടെ നമ്മളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള യാത്ര തുടരണോ, അതോ ചെളിക്കുണ്ടിൽ വീണ് വീട്ടുകാർക്ക് മുഴുവൻ തീരാവേദനയായി നാടിനും വീടിനും കൊള്ളാത്തവരായി നമ്മൾ മാറണോ എന്നുള്ളൊരു തെരഞ്ഞെടുപ്പിന്റെ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം എഴുതിവിടുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ അറിയാതെ പോയ ഒരു യാഥാർത്ഥ്യമാണ്, ഞങ്ങളെപ്പോലെയുള്ള വാർത്താ അവതാരകർക്ക് പോലും മനസ്സിലാകാതെ പോയത്. വാർത്താമുറികളിൽ ഇരിക്കുമ്പോൾ കൊലപാതകങ്ങൾ വരുമ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും എന്ന് കരുതി ഞങ്ങൾക്ക് ചവറ്റുകൊട്ടയിലേക്ക് ഓരോ വാർത്തയൊക്കെ ഇടുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, കേരളം വല്ലാതെ ഈ ലഹരിയിൽ അടിപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഇഷ്ടം പോലെ ബാറുകളുണ്ട് നമ്മുടെ നാട്ടിൽ, മദ്യം ഇങ്ങനെ ഒഴുകുകയാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചത് കരുനാഗപ്പള്ളിയാണോ ചാലക്കുടിയാണോ എന്നുള്ള വലിയ മത്സരം നടക്കുന്ന ഒരു കാലത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ മദ്യത്തെക്കാളും മദ്യം കഴിച്ചുകൊണ്ട് ഒരാൾക്ക് സ്വബോധം നഷ്ടപ്പെടുമ്പോൾ അയാൾ കാട്ടിക്കൂടുന്ന ചില വിക്രികളും ചില കുടുംബം കുട്ടിച്ചോറാക്കുന്നത് ഒഴിച്ചാൽ അയാൾക്ക് അകാല മരണം സംഭവിക്കാനൊന്നും ഈ മദ്യത്തിന് പെട്ടെന്ന് ആ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. എന്നാൽ ഈ സിന്തറ്റിക് ലഹരികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനെ അത് കാർന്നു തിന്നും. നമ്മുടെ അവയവങ്ങൾ ഓരോന്നോരോന്നായി നശിച്ചു തുടങ്ങും. ഉന്തിയ കണ്ണുകളും പുറത്തേക്ക് തള്ളിവരുന്ന നിസ്സഹായതയുമായി ഈ മണ്ണിൽ ഉടലാനും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ മരണത്തിലേക്ക് നിങ്ങൾക്ക് അടുത്തു പോകാനും ഒക്കെ കഴിയാൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട്
ചെറുപ്പക്കാരെ സ്വാധീനിക്കാൻ. കാരണം ഈ നാട്ടിൽ ഈ രാസലഹരിയെക്കുറിച്ച് പരാതി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അടിപ്പെട്ടു പോയി എന്ന് പറയുന്ന ഏജ് ഗ്രൂപ്പ് ഒരു 9 വയസ്സിനും അതുപോലെ 27 വയസ്സിനും മധ്യയാണ് എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയുക. കേരളത്തിലെ പല കലാലയങ്ങളുടെ മുന്നിലും പെൺകുട്ടികൾ വരെ ഈ രാസലഹരി ഉപയോഗിച്ച് ആ കോളേജിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സെന്റ് ജോസഫ്സ് കോളേജിലേക്ക് ഒരു കാരിയറിനെ കണ്ടെത്താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റോ റെയ്ഡിന് തീരുമാനിക്കുകയാണെങ്കിൽ എവിടെ നിൽക്കും നിങ്ങളുടെ പ്രശസ്തിയും വിഖ്യാതിയും? അതോടെ തകർന്നു പോകില്ലേ? മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അപരിചിതരായ ഒരാൾ നിങ്ങളുടെ കലാലയത്തിന്റെ മുന്നിൽ സ്ഥിരമായി കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ചോദിക്കണം, എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതുപോലെ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും സാധ്യതകൾ വഴിയോ ചെങ്ങാത്തം കൂടാൻ വന്നാലും ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് വ്യക്തമായി പറയാൻ പെൺകുട്ടിയെ തീരുമാനിക്കണം. മാത്രമല്ല, നോ എന്ന് പറയേണ്ട സ്ഥലത്ത് ഒരിക്കലും നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ എസ് പറയാനും പാടില്ല. കാരണം നമുക്ക് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം, നമ്മൾ വളരെ പ്രതീക്ഷയോടെ നാളെ കേരളത്തിന്റെ അച്ചുതണ്ട് തിരിക്കേണ്ട കുട്ടികൾ ഇത്തരം വ്യാപകമായ ലഹരിയിൽ അമർന്നു പോകുന്നത് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഞങ്ങൾ ഈ 14 ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ 1-2 ജില്ലകൾ കടക്കുമ്പോൾ ഞങ്ങൾ കരുതി ഇതത്രയും വ്യാപകമല്ലെന്നായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നിരാശയുണ്ട്. എന്താണ് ഈ കേരളത്തിന് സംഭവിക്കുന്നത്? 2021 ചെറുതായി രാസലഹരിയിലേക്ക് ഓരം ചാരിയ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജനങ്ങൾ അതിലേക്ക് അഡിക്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പോഴെങ്കിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ എപ്പോഴും പോകുന്നതല്ലേ, യൂട്യൂബിൽ നിങ്ങളിത് പരതി നോക്കണം, എന്താണ് ഈ MDMA നിങ്ങളുടെ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനമെന്ന്. പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണണം. കാരണം നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സ്വാധീനം ഉണ്ടാകും. പണ്ട് പഞ്ചാബിൽ ബിന്ദ്രംവാല എന്നൊരു തീവ്രവാദി ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. ഈ സുവർണക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധി അവസാനം സൈനികരെ അയച്ച് ഒരു ബിയാൻ സിംഗ് അങ്ങനെ പറയും സദ്വന്ത് സിംഗ്, ഈ 2 സിംഗന്മാരുടെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധി തന്നെ മരിച്ച സംഭവത്തിലേക്ക് വഴിതെളിച്ചതാണ് ഈ പഞ്ചാബിലെ തീവ്രവാദ പ്രസ്ഥാനം. അന്ന് ഈ പഞ്ചാബിലെ തീവ്രവാദികൾ അവർ കുറെ പേര് തീവ്രവാദികൾ സൈന്യം പിടിച്ചുകൊണ്ട് പോയിട്ട് ഈ പോളിയോ മൈലൈറ്റീസ് പോലെയും ഒക്കെയുള്ള ഈ 5 കില്ലർ ഡിസീസ്, ഡെപ്തീരിയ, ഈ പറയുന്ന 5 രോഗങ്ങൾ ബാധിച്ച കുട്ടികളെ കാണിച്ചു കൊടുത്തു. ചെറിയ കുട്ടികൾ പോലുമുള്ള ഈ ഡോക്യുമെന്ററി 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കാണിച്ചു കൊടുത്തപ്പോൾ ഈ ഭീകരവാദികൾ, ബിന്ദ്രംവാലയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഭീകരവാദികൾ തോക്ക് താഴെ വെച്ചു എന്നാണ് പറയുന്നത്. അത്ര സ്വാധീനം ഈ ദൃശ്യങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതിനേക്കാളും സ്വാധീനമായിരിക്കും നിങ്ങളൊരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരു MDMA-കാരനെ നേരിട്ട് കണ്ടാൽ. നിങ്ങൾ യൂട്യൂബിൽ പരതി നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാൻ ശ്രമിക്കുക. നിരാലംബതയുടെ ഒരു തീക്കണ്ണാണ് ഈ കണ്ണുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക്. എന്നുവെച്ചാൽ ഒരു ആലൂസിനേഷനിലാണ് അവർ ജീവിക്കുന്നത്. ഒരുപാട് വൃത്തികെട്ട സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും അവരുടെ യാത്ര. മറ്റൊന്ന്, അവരേറ്റവും വലിയ പ്രതികാര ദാഹികളായിരിക്കും. കയ്യിൽ കൊലക്കത്തി എടുത്തിട്ട് സ്വന്തം പെറ്റ തള്ളയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാനൊന്നും അവർക്കൊരു മടിയും കാണില്ല. കാരണം അവർക്ക് അമ്മയും പെങ്ങളും പിതാവിനെയൊന്നും ഒരിക്കലും മനസ്സിലാകില്ല. അവർക്ക് പ്രതികാരം എന്ന ചിന്ത മാത്രമേ കാണൂ. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ വിചാരിക്കില്ല എന്നെ ബാധിക്കില്ല എന്ന് കരുതിയാൽ, നിങ്ങൾ നാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള MDMA-കാരനെ മുന്നിൽ കണ്ടാൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സമൂഹത്തിന്റെ സ്വൈര ജീവിതത്തിന് വലിയ അപകടം ഉണ്ടാക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പം നമ്മൾ ഈ യാത്ര അവസാനിക്കുമ്പോൾ എന്നേക്കുമായി നമ്മുടെ നാട്ടിൽ നിന്ന് MDMA പറിച്ചെറിയാൻ, വേരോടെ പിഴുതെറിയാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ഈ ആൾക്കൂട്ടം മുഴുവൻ, കേരളത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ ആൾക്കൂട്ടം മുഴുവൻ ഒന്നിച്ചൊരു ജനാരവമായി മാറി, ഒരു ജനരോഷമായിട്ട് മാറി, നമ്മുടെ ഈ മണ്ണിൽ ഇതൊന്നും വേര് പിടിക്കാൻ നമ്മൾ അനുവദിക്കില്ല, നമ്മുടെ കുട്ടികളെ ഇതിന് വിട്ടുകൊടുക്കില്ല എന്ന് നെഞ്ച് അമർത്തി നിങ്ങൾ പ്രതിജ്ഞ ചെയ്ത് വേണം ഇനി ജീവിക്കാൻ. കാരണം ഇതൊരു അപകടം പിടിച്ച കാലമാണ്, ആസുരകാലമാണ്. ഈ കാലത്ത് എന്തും സംഭവിക്കാം. വളരെ ജാഗ്രതയായിട്ട് നിങ്ങൾ ജീവിക്കണം. കാരണം യങ്സ്റ്റേഴ്സിനെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല. ഈ MDMA കൊണ്ട് വിൽപ്പനയ്ക്ക് നടക്കുന്നവന് ഒരു മര്യാദയുമില്ല. അവന് ഒരു മര്യാദയേ ഉള്ളൂ, അവന് പണം ഉണ്ടാക്കണം. അപ്പം ഇവരെ നമുക്ക് ഇവിടെ നാട്ടിപ്പായിച്ചേ പറ്റൂ. അമ്മമാര് ചൂലെടുക്കണമെന്ന് ഞാൻ പലപ്പോഴും ചാനലിലൂടെ പറയാറുണ്ട്. അധ്യാപകര് കയ്യിൽ ചൂരിലെടുക്കാൻ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ശിക്ഷാവിധികൾ കുറയുന്നു. നിങ്ങൾ വീട്ടിൽ പോയാൽ വീട്ടിലുള്ളവരോട് എല്ലാവരോടും സ്നേഹമായി സംസാരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. എവിടെയോ നിന്ന് വരുന്ന സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ പറയുന്ന പലതും നിങ്ങൾക്കറിയുമെന്നറിയില്ല. ഫേസ്ബുക്കിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് നിങ്ങൾ എന്താണ് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് തിരയുന്നതെന്ന് വെച്ചാൽ പിന്നീട് വന്ന് പറയുന്നതെല്ലാം AI-യുടെ സ്വാധീനം കൊണ്ട് അത് തന്നെയായിരിക്കും. ഗ്രാജുവലി ഈ സുക്കർബർഗിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ചിലപ്പം
ഈ ആളുകളെ അതിന് അഡിക്റ്റാക്കി വ്യാപാരം നടത്താനായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന് ഡോളറിലായിരിക്കും താല്പര്യം. പക്ഷെ നമുക്ക് നമ്മുടെ ജീവിതമാണ് വലുത്. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം. മാത്രമല്ല ഞങ്ങൾ ഇത്തരം നിങ്ങൾക്കറിയാമല്ലോ 37 മുതൽ 39 ഡിഗ്രി പൊള്ളുന്ന ചൂട്, സൂര്യൻ കത്തി ഇറങ്ങുമ്പോൾ നമുക്കതിന്റെ കീഴിലൂടെ നിങ്ങൾ ആ കുട്ടികളൊക്കെ ഡാൻസ് അവിടെ ചെയ്യുമ്പോൾ ഞാൻ മനസ്സുകൊണ്ടൊന്ന് അമ്പരന്ന് പോയി. കാരണം പൊള്ളുന്ന ചൂട്, അതുപോലെ അൾട്രാ വയലറ്റ് രശ്മികൾ സൂക്ഷിക്കണമെന്ന് പറയുന്ന 10 മണി മുതൽ 3 മണി വരെയുള്ള സമയമൊക്കെ നമ്മൾ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലൂടെ നഗരോരങ്ങളിലൂടെ ഒരു യാത്ര നടത്തുമ്പോൾ ആ യാത്ര ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അവതാര ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താനും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ എല്ലാത്തരം നമ്മുടെ പോലീസ് സേനയുടെയും എക്സൈസിന്റെയും സഹായത്തോടെ എല്ലാത്തരം രാസലഹരി ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ ഇവിടെ നാട്ടിൽ പായിക്കുവാനും സ്വയമായി തീരുമാനമെടുത്ത് നമ്മുടെ വഴികളിലൂടെ നമ്മുടെ ഇന്റഗ്രിറ്റിയിൽ മാത്രമേ നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കാൻ മറ്റൊരു ബാഹ്യശക്തിയെയും നമ്മൾ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചും നിങ്ങൾ മുന്നോട്ട് പോകണം. നമ്മൾ ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ പറയും, നോ ടു ഡ്രഗ്, നോ വയലൻസ്. അപ്പോൾ അതിലേക്ക് മുന്നോട്ട് പോകാം. താങ്ക് യു. ഗുഡ് ബൈ. Now I would like to welcome Sri R. Srigandan Nair sir, S. Vijay Kumar sir, Sir Unmesh Shivaraman, and Tane Sambi sir, Reverend Father Thomas George Vengalokal, and Reverend Dr. John K. Sebastian to put their signature and be a part of the signature campaign. On behalf of the Students' Union, Mr. Jordy John will now take a moment to pay tribute to SKN, reflecting his extraordinary contributions. നമ്മൾ ഏറെ വൈകുകയും ചെയ്തു. ഇനിയും 1-2 പരിപാടികൾ കൂടി ബാക്കിയുണ്ട്. ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രം SKN പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന പ്രിൻസിപ്പൽ അച്ഛന്റെ റൂമിൽ ഇരുന്നു. അപ്പം ഫാദർ പ്രിൻസിപ്പൽ പറയുകയായിരുന്നു, നമ്മൾ ഏറെ വൈകി ഇത്തരം ഒരു ഉദ്യമത്തിന്. നമ്മളെന്ന് വെച്ചാൽ നമ്മളാകെ സമൂഹമാകെ വളരെ വൈകി എന്നാണ് പറഞ്ഞത്. ശരിയാണ്, വളരെ വൈകി എന്നതിൽ തർക്കമൊന്നുമില്ല. ഞാൻ 2017 നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ കൊളംബിയൻ കാർട്ടലുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ ആഗോളതലത്തിൽ ലഹരി സംഘങ്ങളായി പ്രവർത്തിക്കുന്ന കാർട്ടലുകളുണ്ട്, കൊളംബിയൻ കാർട്ടലുകൾ. ഇവർ ചെയ്യുന്നത് അവർക്ക് വേണ്ട ഭരണകൂടങ്ങളെ സ്ഥാപിക്കുക, അവരെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക, അവർക്കെതിരെ നിൽക്കുന്ന ഈ NGO അല്ലെങ്കിൽ ഇത്തരം ഗ്രൂപ്പുകളെ അതിന്റെ തലവന്മാരെ കൊല്ലുക, ഈ നില അസാസിനേഷൻ ഒക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ കൊളംബിയൻ കാർട്ടലുകൾ ഈ സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് വിദേശത്ത് നിന്ന് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ലഹരി കൊണ്ടുവരിക, അത് ഒരു കേന്ദ്രത്തിൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഒന്നുമല്ല, അത് പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക, അതിനുശേഷം വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ തുടക്കത്തിൽ ഇവരെന്താ ചെയ്യുക, ഇവർ കൊണ്ട് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ സപ്ലൈ ചെയ്യില്ല, അവർ പിടിക്കപ്പെടാതിരിക്കാൻ. നമ്മൾ പറയുന്ന ഒരു ഹൈഡ് ഔട്ട് എന്ന മട്ടിൽ. അപ്പോൾ ഈ കൊളംബിയൻ കാർട്ടലുകൾ പോലെയുള്ള ഇത്തരം ഗ്രൂപ്പുകൾ തുടക്കത്തിൽ അവർ 2015 ശേഷം 2017-18 കാലങ്ങളിലാണ് ഈ കൊളംബിയൻ കാർട്ടലുകളെ പറ്റി നമ്മളൊക്കെ കേട്ടു തുടങ്ങി. അന്ന് അവർ ഇന്ത്യ അവരുടെ ഒരു ഹൈഡ് ഔട്ട് ആയിട്ടാണ് കണ്ടത്. അപ്പൊ പല സ്ഥലത്തും ഇവരിത് കൊണ്ടുവയ്ക്കുന്നു, ഇവിടെ നിന്ന് ഇവർ വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുന്നു. ഇപ്പൊ നമ്മുടെ പല ഭീകര സംഘടനകളും ഇപ്പോൾ LTTE പറ്റി പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, അവരുടെ വരുമാനം എന്താണ്, അവർ ലഹരി വിൽപ്പനയാണ്. അപ്പൊ അവര് ലഹരി വിൽപ്പനയ്ക്ക് ഇവിടെ നിന്ന് സാധനം കൊണ്ടുപോകുന്ന വേറെ സ്ഥലത്ത് കൊടുക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു കേന്ദ്രമായി ഇന്ത്യ. അപ്പോൾ അവർ ഇന്ത്യയിൽ അന്ന് വിൽക്കുന്നില്ല, ഇന്ത്യയിൽ അവർ സപ്ലൈ ചെയ്യില്ല, കാരണം അവർ മാർക്ക് ചെയ്യപ്പെടാതിരിക്കാൻ. അപ്പം ഈ കൊളംബിയൻ കാർട്ടലുകളൊക്കെ ചെയ്തിരുന്ന ജോലി ആ സമയത്ത് ഇത് സൂക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇവർ ഇന്ത്യയിലും ഇതിന്റെ വിതരണം തുടങ്ങിയെന്ന്. അപ്പോൾ 2017 നമ്മുടെ കൊച്ചിയില് എഫ്രിഡിൻ എന്ന് പറയുന്ന മാരക ലഹരി മരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മെത്തഫെറ്റമിൻ എന്ന് പറയില്ല, മെത്ത് എന്നൊക്കെ നമ്മൾ ചുരുക്കത്തിൽ പറയും, മെത്തും എഫ്രിഡിനും.
അറിയപ്പെടുന്നതിൽ ഏറ്റവും കുപ്രസിദ്ധമാണ് 2 ഈ ലഹരി മരുന്നുകൾ. എഫ്രിഡിനാണ് മാരകം, മെത്ത് അതിന് തൊട്ട് താഴെ നിൽക്കും. അതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് വില, മോഹവിലയാണ്. അപ്പോൾ ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് അഡിക്റ്റ് ആവും. നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ പറ്റി പിടിക്കും എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. ഒറ്റ തവണ ഉപയോഗിച്ചാൽ പിന്നെ നമ്മൾ അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഏതു മാർഗവും ഉപയോഗിക്കും. അപ്പം ഈ മെത്തും എഫ്രിഡിനും കൊണ്ടുവന്ന ഒരാളെ പിടിച്ചു. ഹെവി ലോഡ് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പം അയാളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അയാളുടെ ഒരു ജൂഡ് മിച്ചൽ എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു ആഫ്രിക്കനാണ്, ജൂഡ് മിച്ചൽ. യഥാർത്ഥ പേര് ഇപ്പോഴും അറിയില്ല. അയാൾ കൊച്ചിയിൽ ഏതോ ജയിലിൽ ഇപ്പോഴും കഴിയുന്നുണ്ട്. 2018 കേസാണ്. അതിപ്പോഴും അതിനെപ്പറ്റി വാർത്തകൾ വരുന്നുണ്ട്. ഈ മിച്ചൽ ഇപ്പോഴും കൊച്ചിയിൽ ഏതോ ഒരു ജയിലിൽ കഴിയുന്നുണ്ട്. അപ്പൊ ഈ ജൂഡ് മിച്ചലിന്റെ കയ്യില് ബോബ്സൺ സെസെ എന്ന് പറഞ്ഞൊരു ഫുട്ബോളറുടെ പാസ്പോർട്ട്, സിയറ ലിയോൺ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് അയാളെടുത്ത പാസ്പോർട്ടാണ്. ഈ സെസെ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഫുട്ബോളിൽ ഒരു നല്ല താരമാണ്, അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. അപ്പോൾ അയാളുടെ പാസ്പോർട്ടാണ് ഈ മിച്ചലിന്റെ കയ്യിലുള്ളത്. ഈ മിച്ചൽ ഇപ്പോഴും നമ്മുടെ ജയിലിലുണ്ട് കേട്ടോ. അയാൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും വിചാരണ തടവുകാരനായി കഴിയുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന ഈ ഡേറ്റയൊക്കെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ സിയറ ലിയോണിൽ നിന്നുള്ള ഒരു പാസ്പോർട്ട്, വേറെ 3-4 പാസ്പോർട്ടൊക്കെ ഇയാളുടെ കയ്യിലുണ്ട്. അപ്പോൾ അയാളെ പിടിച്ചപ്പോഴാണ് ഈ കൊളംബിയൻ കാർട്ടൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ എന്നുള്ള വിവരം അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്പം ഇത് പറയാൻ കഴിച്ച കൊളംബിയൻ കാർട്ടൽ പോലെ ഒരു കാർട്ടലിനെ അമേരിക്ക ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചു. ആദ്യമായാണ് ഒരു ടെറർ ഓർഗനൈസേഷനായി മയക്കുമരുന്ന് സംഘത്തെ US അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ട്രംപ് വന്ന ശേഷം ഇപ്പോൾ കുറെ നടപടികൾ എടുത്തതിൽ ഒന്ന് ഈ ഇത്തരം ഒരു കാർട്ടലിനെ അദ്ദേഹം ഒരു ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ ആഗോളതലത്തിൽ അതിനെ ബാൻ ചെയ്യും. അപ്പോൾ അതൊരു ഭീകര സംഘടനയെ പ്രവർത്തിച്ചിരുന്നു. കൊളംബിയൻ കാർട്ടൽ എന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെയുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വേണമെങ്കിൽ അവർക്ക് ഒരു രാജ്യത്ത് ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാം, നിലവിലുള്ളതിനെ ഇല്ലാതാക്കാം, ഒരു സംസ്ഥാന ഭരണത്തെ തകർക്കാം, അതിനെ എതിർക്കുന്നവരെ കൊല്ലാം, അതിനെ എതിർക്കുന്നവർക്ക് ഈ സർക്കാരിനെ എതിർക്കുന്ന ഒപ്പോസിഷൻ ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്ത് അവരെ പ്രൊമോട്ട് ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ വൈകിയെന്ന് നമ്മൾ പറയുന്ന അക്ഷരാർത്ഥത്തിൽ 100% ശരി. നമ്മൾ കാണുന്നത് ഈ 5 ഗ്രാം 2 ഗ്രാം 1.5 ഗ്രാം കഞ്ചാവ് അല്ലെ MDMA നമ്മളുടെ മുന്നിൽ വരുന്ന ക്യാരിയറെ മാത്രമാണ് കേട്ടോ. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ക്യാരിയറെ ചുറ്റിപ്പറ്റി ഇപ്പോഴും നിൽക്കുകയാണ്. ഈ ക്യാരിയറിൽ അവസാനിക്കുകയാണ്. ഇപ്പോ ഇന്നലെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിങ്ങളുടെ കയ്യിൽ നഖം നീട്ടി വളർത്തിയാൽ ആ നഖത്തിനിടയിൽ ഒരു 2 ഡോസ് MDMA സൂക്ഷിക്കാം, ലഹരി മരുന്ന് സൂക്ഷിക്കാം. പിടിക്കാൻ പറ്റത്തില്ല, ആർക്കും പിടിക്കാൻ പറ്റില്ല. അയാളുടെ നഖത്തിനിടയിൽ ഇരിക്കും. അപ്പോൾ എങ്ങനെ പരിശോധിക്കും നമുക്ക് അങ്ങനെ പരിശോധിക്കാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധി. നമ്മൾ ഇനി ഇത് ഒളിച്ചു വെച്ച് പരത്തി അല്ലെങ്കിൽ ഇത് രഹസ്യമാക്കി വെച്ച് നിങ്ങളെ ആശങ്കപ്പെടുത്താനില്ല, ഭയപ്പെടുത്താനില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആശങ്കപ്പെടണം, ഭയപ്പെടണം. ആ നിലയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകി എന്ന് ഞാൻ പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞതിനോട് 100% യോജിച്ചു പറയുകയാണ്. അപ്പോൾ നമ്മൾ വൈകിയത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറയുന്ന ക്യാരിയറിൽ മാത്രം ഇത് കൊണ്ടുവരുന്ന ഈ പറയുന്ന അത്താഴപ്പട്ടിണിക്കാരൻ നമ്മൾ പറയില്ലേ, അവനെ മാത്രം ഫോക്കസ് ചെയ്താണ് നമ്മളുടെ ഈ എൻഫോഴ്സ്മെന്റ് മുഴുവൻ പോയത്. നമുക്കിപ്പോഴും എൻഫോഴ്സ്മെന്റിന് വേണ്ടത്ര ആളുകളില്ല. നമുക്ക് ബോധവൽക്കരണമാണ് നടക്കുന്നത്. ഇപ്പൊ വിമുക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് നമ്മുടെ എക്സൈസിനൊക്കെ വലിയ ബോധവൽക്കരണ പരിപാടികളുണ്ട്. അത് കാലങ്ങളായി നടക്കുന്നുണ്ട്. അത് നടക്കട്ടെ. പക്ഷേ എൻഫോഴ്സ്മെന്റിന്റെ സമയം അതിക്രമിച്ചു. നമുക്ക് സകല സ്ഥലത്തും നമുക്ക് ഈ പറയുന്ന ഫോഴ്സ് നമ്മളുടെ എക്സൈസിനും പോലീസിനും സംയുക്തമായി പരിശോധന നടത്തി നമുക്ക് ഇതിന്റെ ക്യാരിയറിൽ നിന്ന് അടുത്ത റേഞ്ചിലേക്കൊക്കെ പോകണം. അങ്ങനെ 1-2 സംഭവങ്ങൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു സ്വാഗത. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടുന്ന നമ്മൾ അറിയുന്ന ഈ കൊളംബിയൻ കാർട്ടലുകളൊക്കെ പോലെയുള്ള മെക്സിക്കനിലൊക്കെ വരുന്ന വമ്പൻ ടീമുകളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതി 000 വിട്ടുപോയാൽ എവിടെയും അവസാനിക്കാത്ത കോടികളുടെ വ്യാപാരം നടക്കുന്ന അതിഭയങ്കര ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവർക്ക് ലോകത്ത് എത്രയോ ഭരണ സംവിധാനങ്ങളെ തകർക്കാനും പുതിയതിനെ കൊണ്ടുവരാനും ഒക്കെ കഴിയും. അപ്പോൾ നമ്മൾ നേരിടുന്ന ശത്രു, അത് അച്ഛനത് സൂചിപ്പിച്ചു, നമ്മൾ നേരിടുന്ന ചെറിയ ശത്രുവിനെയല്ല, നമ്മൾ നേരിടുന്നത് ഒരുപക്ഷെ ആധുനിക മനുഷ്യ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ശത്രു ഈ പറയുന്ന ലഹരി ഗ്രൂപ്പുകളായിരിക്കും, മറ്റൊന്നുമല്ല. അവർക്ക് പുതിയ രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, അവർക്ക് പുതിയ ആയുധങ്ങൾ എവിടെ ഉണ്ടാക്കാൻ കഴിയും, അവർക്ക് എന്തും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ അവരുടെ പണമുണ്ട്, അവരുടെ ആളുണ്ട്. അപ്പോൾ നമ്മൾ നേരിടുന്ന അത്തരം വലിയ ഗ്രൂപ്പുകളെയാണ്. അപ്പോൾ ഇനി നമ്മൾ അതൊന്ന് മറച്ചു വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ആശങ്കപ്പെടേണ്ട, ജാഗ്രത മതി, ഭയം വേണ്ടെന്നൊക്കെ നമ്മൾ കോവിഡിന്റെ കാലത്ത് പറഞ്ഞു. അത് കോവിഡിന്റെ കാലത്ത് മാത്രം കേട്ടോ. നമുക്ക് ജാഗ്രതയും വേണം, ഭയവും വേണം. അങ്ങനെ ഒരു വലിയ നീരാളി നമ്മളിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ മുക്തരാകുക എന്നതിനെ പറ്റിയാണ് നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാരിയർമാരെ കണ്ടെത്തുക, എല്ലാ സ്ഥലത്തും ഒരു ജാഗ്രതാ സമിതികൾ പോലെ നമ്മൾ പ്രവർത്തിക്കുക, നമ്മളുടെ വീടുകൾ ആ നിലയിൽ നമ്മൾ കരുതുക, അമ്മയും അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുക. ഒരമ്മ, ഞാനിനി അധികം ദീർഘിപ്പിക്കുന്നില്ല, മിനി എന്നൊരു അമ്മയെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. കോഴിക്കോടുള്ളതാണ് മിനി എലത്തൂര്. അതെ, അച്ഛൻ പറഞ്ഞു എലത്തൂര് ഉള്ള അമ്മ.
മകൻ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്ന് ഇനി എന്നെയും അയാളുടെ സഹോദരിയെയും ആ കുഞ്ഞിനെയും കൊല്ലും എന്ന് ഭയന്ന് പോലീസിന് മകൻ 23 വയസ്സോ 26 വയസ്സോ ഉള്ള ഒരു രാഹുൽ എന്നോട്ടുമാണ് ആ പയ്യന്റെ പേര്. അവനെ പോലീസിന് വിളിച്ചു കൊടുത്ത അമ്മ മിനി നമ്മളുടെ മുന്നിലുണ്ട്. മറ്റൊരു അമ്മ ഐശ്വര്യ, കൊച്ചിക്കാരിയാണ്. 45-48 വയസ്സുണ്ട്. 22 വയസ്സുള്ള മകനെയും കൊണ്ട് ലഹരി കടത്തിന് പോയി അമ്മയും മകനെയും വാളയാറിൽ പിടിച്ചു. അപ്പോൾ രണ്ടമ്മമാര് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ന് വന്ന ഒരു വാർത്ത, കോഴിക്കോട് 10 പേർക്ക് HIV, എന്താണ്, ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഒട്ടും സുഖമുള്ള വിവരങ്ങളല്ല, ഒട്ടും എന്താണ് സന്തോഷമുള്ള വിവരങ്ങളല്ല, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. SKN അദ്ദേഹത്തിന്റെ മാധ്യമ ജീവിതത്തിന്റെ 40 വർഷം പിന്നിടുമ്പോൾ ഒരു യാത്ര നടത്തുന്നത് ഒരു ആഘോഷമാണ്. സത്യത്തിൽ 40 വർഷം മാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. എത്രയോ മുകളിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു യാത്ര നടത്തുന്നത് ഈ ആശങ്കയുടെ, ഈ ഭയത്തിന്റെ മുൾമുനയിലാണ് കേരളമെന്ന് 100% എല്ലാവരോടും പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ബോധ്യം ഈ സമൂഹത്തിന് മുഴുവൻ ഉണ്ടാകണം. നമ്മൾ ഒറ്റയ്ക്ക് പോരാടിയാൽ എങ്ങും എത്തില്ല തന്നെയാണ്, നമ്മൾ തോറ്റുപോവുകയും ചെയ്യും. അപ്പോൾ കൂട്ടായ പ്രയത്നം, കൂട്ടായ യത്നം, കൂട്ടായ പോരാട്ടം, അതിന് നമ്മൾ ഒരുങ്ങണം. ഇനിയിപ്പോൾ സർക്കാരുകൾ ഒരുങ്ങിയില്ലെങ്കിൽ സർക്കാരിനെ നമ്മൾ ഒരുക്കണം. അതും കൂടി ഇതിൽ പ്രധാനമാണ്. എക്സൈസും പോലീസും ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഈ കേരളത്തിലെ യുവ തലമുറയുടെയൊക്കെ പ്രതിനിധികളാണ് നിങ്ങളൊക്കെ. അപ്പൊ നിങ്ങളുടെയൊക്കെ ദൗത്യം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. നമുക്ക് ഇവരെ പിടിച്ചു കൊടുക്കണം, ഇവരെ കാണിച്ചു കൊടുക്കണം. ജാഗ്രതയോടെ ജനങ്ങൾ മുന്നോട്ട് വരണം. ഇപ്പോൾ കോഴിക്കോട്, മലപ്പുറത്തൊക്കെ 1-2 സ്ഥലങ്ങളിൽ ഈ കഞ്ചാവ് കടത്ത് സംഘത്തെ നാട്ടുകാർ പിടികൂടി കൈയും കാലും കെട്ടി പോലീസിനെ ഏൽപ്പിച്ചു എന്ന് പറയും. നിയമം കയ്യിലെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത്രമേൽ ശല്യം ആ നാട്ടിൽ ഈ സംഘങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആളുകൾ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ആശ്വാസമുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങാം. നമ്മളുടെ മുന്നിലൂടെ ഇത്തരം സംഘങ്ങൾ വളരില്ല. നമ്മളുടെ മുന്നിൽ ആർക്കും ഇത് ഇങ്ങനെ ഈ രീതിയിൽ ഈ അധാർമികമായ ബിസിനസ് നടത്തി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അങ്ങനെ നമുക്കൊരു ജാഗ്രതയുള്ള സമൂഹമായി കേരളത്തെ, ഇന്ത്യയെ മാറ്റിയെടുക്കണം. അപ്പോ ഈ സംഘങ്ങൾക്കെതിരായ വലിയ പോരാട്ടത്തിന്റെ ഒരു തുടക്കം കുറിക്കാനുള്ള ഒരു യത്നം നടക്കുന്നുണ്ട് SKന്റെ നേതൃത്വത്തിൽ. അതിനുള്ള ഊർജ്ജമാണ് ഇവിടുന്ന് കിട്ടുന്നത്, കേരളത്തിൽ നിന്ന് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. ആ ഊർജ്ജം മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളെ നയിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഉറപ്പ് നൽകിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, സമയം 3:51. പഴയ കോളേജ് കാലം ഓർക്കുന്നു. ഇങ്ങനെ പരിപാടികൾ നടക്കുമ്പോൾ വാച്ചിലേക്ക് നോക്കും, സമയം 4 മണി ആകാറായി എന്ന് കണ്ടാൽ അസ്വസ്ഥരാകും. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നത്. നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയുണ്ട്. നേരെ ആ പ്രതിജ്ഞയിലേക്ക് പോകാം. ഇവിടെ പ്രതിജ്ഞ ഏറ്റു ചൊല്ലുക. അങ്ങനെ നമുക്ക് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനോട് ഐക്യദാർഢ്യം അറിയിക്കാം. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എന്റെ കേരളം, എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, ഗംഗ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, ഉജ്ജല, ജലധി, തരംഗ. तब शुभ नामे जागे, तब शुभ आशीष मागे, गाहे तब जय गाथा,
जनगण मंगलदायक जय हे भारत भाग्य विधाता जय